പൊതുജനങ്ങളുടെ ആവശ്യവും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ ഈ രാജ്യത്തെ അറിയിക്കാനും അതിന് പരിഹാരം കാണാനുമൊക്കെയാണ് ഓരോ ജനപ്രതിനിധികളെയും നമ്മൾ സഭയിലേക്ക് അയക്കുന്നത്. എന്നാൽ സഭയിലെത്തിയാൽ അവിടെ സംസാരിക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ എന്തു ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് പ്രതിപക്ഷ നിരയിലെ ഇന്ത്യ സഖ്യത്തിൽപ്പെടുന്ന MP-മാർക്ക് രാജ്യസഭയിൽ സംസാരിക്കാനുള്ള അവകാശങ്ങൾ തുടർച്ചയായി നിഷേധിക്കുകയാണ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിലും അടിയന്തര പ്രമേയ നോട്ടീസുകൾ തുടർച്ചയായി ഇങ്ങനെ തള്ളുന്നതിലും ഇന്ത്യ സഖ്യ MP-മാർ സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർക്ക് നേരിട്ടങ്ങനെ പരാതി നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസിന്റെ അധ്യക്ഷനാണെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാജ്യസഭയിൽ അദ്ദേഹത്തിന് വ്യക്തമായ ചില മുൻതൂക്കങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പോലും സംസാരിക്കാനുള്ള അവകാശങ്ങൾ ഭരണപക്ഷം നിഷേധിക്കുകയാണ്. നമുക്കറിയാം, മല്ലികാർജുൻ ഖർഗെ എന്ന നേതാവ് വളരെയധികം അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഓരോ വർത്തമാനങ്ങളും അക്കം ഇട്ട് നിരത്തിക്കൊണ്ടുള്ളത് എന്നുള്ളത് കൊണ്ട് BJPക്ക് അത് വലിയ ക്ഷീണം തന്നെ വരുത്തി വെക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പോലും ഭയന്ന് നിൽക്കുകയാണ് BJP. അതുകൊണ്ടാണ് തുടർച്ചയായി അദ്ദേഹത്തെ സഭയിൽ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ BJP ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡ്, കേരളത്തിലെ ലഹരി മരുന്ന് വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിലെ നോട്ടീസുകളാണ് ഇന്നലെ രാജ്യസഭയിൽ തള്ളിയത്. വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡിനെ കുറിച്ച് ഇന്ത്യയിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് സമയത്ത് ഒരേ കെട്ടിട നമ്പറിൽ തന്നെ 7000-ഓളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നും 70 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ അനധികൃതമായി വന്നിട്ടുണ്ട് എന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോകസഭയിൽ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ വരുമ്പോൾ ആ വോട്ടർ തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്നുള്ളത് ഉറപ്പു വന്ന ഒരു സാഹചര്യത്തിൽ അതിനെ പോലും ഒന്ന് സഭയിൽ ചർച്ച ചെയ്യാൻ സമ്മതിക്കാതെ പ്രതിപക്ഷ നേതാവിനെ വരെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കേരളത്തിലെ ലഹരി മരുന്ന് വ്യാപനം, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം നോക്കിക്കാണുന്നതോ അല്ല. ലഹരി മരുന്നിന്റെ വ്യാപനം എന്ന് പറയുന്നത് സമൂഹത്തിന് തന്നെ വലിയ ഭീഷണിയായി നിൽക്കുന്ന ഒന്നാണ്. അതിനെ പോലും ചർച്ച ചെയ്യാൻ സമ്മതിക്കാതെ അതിനെയും മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെയെ ഇങ്ങനെ നിരന്തരമായി മാറ്റി നിർത്തിയാൽ തങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നുള്ള സൂചനയാണ് ഇന്ത്യ സഖ്യം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇക്കാര്യത്തിലെങ്കിലും ഇന്ത്യ സഖ്യം വീണ്ടും ഒന്നിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നലെ ഇറങ്ങിപ്പോയതും നമ്മൾ കണ്ടു. അതിനിടയിൽ നെഞ്ചുവേദനയെ തുടർന്ന് ഈ മാസം 9-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്ന രാജ്യസഭാ അധ്യക്ഷൻ ധൻഖർ ഇന്നലെയാണ് വീണ്ടും സഭയിലെത്തിയത്. അതോടുകൂടി വീണ്ടും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന് അവസരങ്ങൾ നിഷേധിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ മുൻപും വലിയ പരാതി ഉയർന്നിരുന്നു, പരാതി നൽകിയതുമാണ്. ഏകപക്ഷീയമായി മാത്രം സഭയെ കാണുന്ന ഒരു അധ്യക്ഷൻ ആ സഭയ്ക്ക് കളങ്കം വരുത്തിയെന്ന് ഇതിനു മുമ്പും കോൺഗ്രസും ഇന്ത്യ സഖ്യവും ആരോപിച്ചതാണ്. അങ്ങനെ ഇന്ത്യ സഖ്യം വീണ്ടും ഒറ്റക്കെട്ടായി ഒരു പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ ഇതിൽ ജഗ്ദീപ് ധൻഖർ എന്ന സഭാ അധ്യക്ഷൻ എന്തു തന്നെയായാലും വഴങ്ങേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കേരളത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക സഭയിൽ അവതരിപ്പിക്കാനും അതിനെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും കോൺഗ്രസിന്റെ അടക്കമുള്ള ആളുകൾ MP-മാർ ശ്രമിക്കുമ്പോൾ അതിനുവരെ BJP സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ BJP സർക്കാരിന് കേരളത്തോടുള്ള അവഗണന എല്ലാ തരങ്ങളിലുമുണ്ട് എന്നുള്ളത് കൂടി വ്യക്തമാകുകയാണ്. അങ്ങനെ കേരളത്തിന് വേണ്ടി കൂടി ഇന്ത്യ സഖ്യം ഒന്നിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.